ഡിജിറ്റൽ യുഗത്തിൽ മതവിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം? ഡിജിറ്റൽ യുഗം പൊതുവെ ഒരു നെഗറ്റീവല്ല, പോസിറ്റീവാണ്. ഒരുപാട് ഉയരാനും വളരാനുമുള്ള സാധ്യതകളാണ് ഡിജിറ്റൽ യുഗത്തിൻ്റെ സവിശേഷത. അതൊരു പുരോഗതിക്ക് വേണ്ടി രൂപപ്പെട്ടതാണ് ഈ ഡിജിറ്റൽ യുഗത്തിലെ പുതിയ സംവിധാനങ്ങളെല്ലാം. ഡിവൈസിൻ്റെ സാന്നിധ്യവും ഡിവൈസിൻ്റെ പുരോഗതിയുമെല്ലാം ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ യുഗത്തിലെ വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായാൽ അതേറെ ഉപകാരപ്പെടും. ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് AI സാധ്യതകൾ വിദ്യാർത്ഥികളിൽ ഉപയോഗിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ അത് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എങ്ങനെയൊക്കെ സാധ്യമാകും എന്ന സാക്ഷരത അത് മുന്നിൽ നിർത്തിയാകണം ഉപയോഗം വരേണ്ടത്. വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന മേഖലയിലും അവർക്ക് വരും കാലത്തെ സാധ്യതകളിലെല്ലാം AI എത്രമാത്രം ഉപയോഗപ്പെടുമെന്നത് വളരെയേറെ പഠനവിധേയമാക്കേണ്ടതാണ്. ഒരുപാട് സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് AI യുഗത്തിൽ നാം ചെയ്യേണ്ടത് പഠിക്കുന്ന വിഷയത്തിൽ മതപഠനത്തിലും ഭൗതിക പഠനത്തിലുമെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നത് മാക്സിമം പഠിക്കുക. രൂപപ്പെട്ട AI സാധ്യതയിൽ AI സാന്നിധ്യത്തിൽ ചെറിയ ഉപയോഗങ്ങൾ മാത്രം ഉപയോഗിക്കുകയും എല്ലാം അറിയാം എന്ന് തോന്നുകയും ചെയ്യുന്നതിന് പകരം AI റിസോഴ്സുകളിൽ നിന്ന് അതുപോലെ AI കോഴ്സുകളിൽ നിന്നുമൊക്കെ നന്നായി ആധികാരികമായി പഠിച്ചതിന് ശേഷം AIയെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന ജീവിതത്തിൽ ഉപയോഗിക്കാനാണ് നാം അധ്യാപകരും അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തകരും തുനിയേണ്ടത്. മറ്റൊന്ന് ഡിജിറ്റൽ ഡിസിപ്ലിൻ. നാം മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ ലോകത്തെ സാക്ഷരതയ്ക്ക് പുറമെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ നിയമത്തെ അനുസരിക്കുന്നതിനാണ് അച്ചടക്കം എന്ന് പറയുന്നത്. നിയമം എന്തിനാണ്? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് നിയമം. ആ നിയമം രൂപകൽപ്പന ചെയ്യുന്നതിലെ ഫസ്റ്റ് പേഴ്സൺ, അവ്വലു ഷഖ്സ്, ആദ്യ വ്യക്തി, അത് നമ്മൾ തന്നെയാണ് ആകേണ്ടത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാലയളവിൽ എന്താണ് ഏതൊക്കെ നിയമങ്ങൾ പാലിച്ചാലാണ് എനിക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ പുരോഗതി ഉണ്ടാവുക, ഉപയോഗമുണ്ടാവുക, ഉപകാരമുണ്ടാവുക എന്ന അടിസ്ഥാനത്തിൽ വിലയിരുത്തി മാനദണ്ഡം, ബോർഡറുകൾ തീരുമാനിക്കുന്നതാണ് റൂളിംഗ്. ഈ നിയമം നടപ്പിലാക്കുന്നതിലൂടെ, ആ നിയമം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ സുരക്ഷിതരാകലാണ് അവിടെ സംഭവിക്കുന്നത്. ആരെയോ ഭയപ്പെട്ട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി സ്വയം സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നതല്ല നിയമത്തെ അനുസരിക്കുക എന്ന് പറയുന്നത്. നാം ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയൊക്കെ സുരക്ഷിതരാകാം എന്ന കാഴ്ചപ്പാടാണ്, എന്ന ഒരു വ്യൂ പോയിൻ്റാണ്, വീക്ഷണകോണിൽ നിന്നുള്ള ഒരു അനുസരണമാണ്, വിധേയപ്പെടലാണ് ശരിക്കും ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ AIയിൽ വേണം. അതിൽ പെട്ടെന്ന് എങ്ങനെ സമ്പന്നനാകാം, അതുപോലെ പെട്ടെന്ന് എങ്ങനെ വലിയ നേട്ടങ്ങളുടെ വക്താവാകാം എന്ന ചിന്തയുടെ പേരിൽ വളഞ്ഞ വഴികളിലൂടെ ആരുടെയൊക്കെയോ ചൂഷണങ്ങൾക്ക് വിധേയപ്പെടാൻ സാധ്യതയുള്ള അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അതുപോലെ വളരെ വിലപ്പെട്ട, നമുക്ക് നാളെ നമ്മുടേതാക്കാനുള്ള ക്യാപിറ്റൽ നമ്മുടെ ടൈമാണ്, സമയമാണ്. ആ സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന, നഷ്ടപ്പെടാൻ കാരണമാകുന്ന മൊബൈൽ ഉപയോഗങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം? റീൽസോ ഷോർട്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള പുതിയ ലോകത്തെ മീഡിയകൾ, ഈ മീഡിയകളിലെല്ലാം നമ്മുടെ വിലപ്പെട്ട സമയവും സ്വത്വവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ കൾച്ചർ തീരുമാനിക്കുന്നതിൽ AI അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ കടന്നുകൂടി നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ഇഷ്ടം തീരുമാനിക്കാനുള്ള അധികാരത്തെ ധ്വംസിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരം മറ്റാരോ കടന്നു കയറി തീരുമാനമെടുക്കുന്ന രീതി വന്നാൽ നമ്മുടെ സംസ്കാരം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ സംസ്കാരം എന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന വിധത്തിലുള്ള കടന്നുകയറ്റത്തിന് നാം വിധേയപ്പെടാതിരിക്കാൻ നാം ഏതൊക്കെ നിയമം തീരുമാനിക്കണം, ഏതൊക്കെ നിയമം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കപ്പെടണം, ഇത് മനസ്സിലാക്കി അതിൻ്റെ വക്താവാകുന്നതാണ് ഡിസിപ്ലിൻ. AI ലോകത്തെ ഡിജിറ്റൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്.
മറ്റൊന്ന് ഇൻഫർമേഷൻ ഓവർലോഡ്. കുറേ വിവരങ്ങൾ ശേഖരിക്കുക. തനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് വിലയിരുത്താതെ കുറേ വിവരങ്ങളുടെ വക്താവാവുക എന്നത് അത് ജീവിതത്തിലൊരു ശല്യമാണ്. വിവരം അതൊരു ഡെഡ് ബോഡി പോലെയാണ്. ഡെഡ് ബോഡി നമ്മുടെ ഈ സ്പേസിൽ കിടന്നാൽ, നമ്മളെ പ്ലേസിൽ കിടന്നാൽ, നമ്മുടെ ഈ ഗ്രൗണ്ടിൽ കിടന്നാൽ അത് വലിയ ശല്യമാണ്. ആ ഡെഡ് ബോഡി അതൊരു ജീവനുള്ള വസ്തുവാണെങ്കിൽ, ആ ബോഡിയിൽ ജീവനുണ്ടെങ്കിൽ അതൊരു ഭംഗിയാണ്. ഇവിടെ ഒരു ചെറിയ ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടിയുണ്ട്. ആ പൂച്ചക്കുട്ടി ഓടുന്നത് കാണാൻ, കളിക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ്. അതൊരു സുഖമാണ്. ഒരു എൻ്റർടൈൻമാണ്, ജോയ്ഫുള്ളാണ്. അതേ സമയത്ത് ഒരു പൂച്ചക്കുട്ടി ഇവിടെ ചത്ത് കിടന്നാൽ അതൊരു വലിയ ശല്യമാണ്. ഇതുപോലെ കുറേ ലോഡ് ഇൻഫർമേഷൻ ഇത് ഒരു ശല്യമാണ്. പകരം ജീവിതത്തിൽ പ്രാക്ടിക്കലൈസ്ഡ് ചെയ്യപ്പെടുന്ന, പ്രയോഗവൽക്കരിക്കപ്പെടുന്ന അറിവുകൾ, ആ അറിവുകളാണ് നമുക്കാവശ്യം. കുറേ അല്ലാത്ത അറിവുകളുടെ ലോഡ്, ഡാറ്റകളുടെ ലോഡ്, ഡാറ്റയുടെ ശേഖരം അത് ഒരു പക്ഷേ ഉപകാരം ചെയ്തു കൊള്ളണമെന്നില്ല. പകരം നമുക്കാവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് ജീവിതത്തിൽ യൂസ്ഫുൾ ആവുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനാവശ്യമായ രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും നമ്മുടെ വിദ്യാർത്ഥി ജീവിതം ഫലപ്പെടാനും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും പ്രധാനപ്പെട്ടൊരു കാരണമാണ്. മൊബൈൽ ഉപയോഗം മൊബൈൽ ഉപയോഗം തന്നെ നമുക്ക് ഒരു ദിശയിൽ നിന്ന് ഒരു നിശ്ചിത ദിശ നിർണ്ണയിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. മൊബൈൽ ഉപയോഗിക്കേണ്ടത് എത്ര സമയം, എന്തിനൊക്കെ വേണ്ടി മൊബൈൽ ഉപയോഗിക്കണം, മൊബൈൽ എനിക്ക് എന്താണ് ഗുണം ചെയ്യുന്നത്, എനിക്ക് എന്ത് നേട്ടമാണ് മൊബൈൽ ഉണ്ടാക്കി തരുന്നത്, അതിന് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ സമയം, എത്രയൊക്കെ സമയം ഉപയോഗിക്കണം. പലപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥികളിലും ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിലും അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു വില്ലനായി മൊബൈൽ മാറാറുണ്ട്. ചില ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പുതിയ കൂട്ടുകാർ, യുവപ്രായമുള്ളവർ, നല്ല സജീവ ജീവസ്സുറ്റ പ്രായത്തിൻ്റെ ഉടമകൾ. പക്ഷേ അവർ അവരുടെ ഈ ഒരു ഷോപ്പിൽ നിൽക്കുന്ന സമയത്തിനിടയിൽ ആരും വരാത്ത സമയമാണെന്നതിൻ്റെ പേരിൽ ഒരു അരമണിക്കൂർ ഫോൺ ഉപയോഗിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഒരു കസ്റ്റമർ ആ ഷോപ്പിലേക്ക് വന്നാൽ അയാളോട് ഈ ചെറുപ്പക്കാരൻ പെരുമാറിയ പെരുമാറ്റത്തിൽ തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ ലാഗ് ചെയ്യുന്നത് കാണാം. ആശയവിനിമയം ദുർബലപ്പെട്ടു പോകുന്നത് കാണാം. എന്തേ കാരണം? തുടർച്ചയായി കുറേ സമയം അനർത്ഥങ്ങളിലൂടെയുള്ള, അല്ലെങ്കിൽ അർത്ഥപൂർണമല്ലാത്ത, ഉപകാരപ്രദമല്ലാത്ത, പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു ആശയവിനിമയത്തിലൂടെയോ തോട്ട് പ്രോസസ്സിലൂടെയോ ചിന്താധാരയിലൂടെയോ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ തെളിമയെ, തെളിച്ചത്തെ, ട്രാൻസ്പറൻസിയെ സ്വാധീനിക്കും, മോശമായി സ്വാധീനിക്കും. അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും. ഇതുപോലെ വിദ്യാർത്ഥിക്കും ഇതൊരു പ്രശ്നമാണ്. മൊബൈൽ ഉപയോഗം എത്ര സമയം ഉപയോഗിച്ചാലാണ്, എന്തിനൊക്കെ ഉപയോഗിച്ചാലാണ് അത് ജീവിതത്തിൽ ഉപകാരപ്പെടുക, അതിനേതൊക്കെ ബോർഡർ ലൈനുകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്, ഈ അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് വേണം. സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചില പ്രത്യേക അച്ചടക്കങ്ങൾക്ക് വിധേയമാവുകയാണെങ്കിൽ, നിയമങ്ങൾക്ക് അനുസൃതമായാണ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് വലിയ സാധ്യതയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ ആളിലേക്ക് നമ്മുടെ നന്മകളെ എത്തിക്കാനും നമ്മുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും വലിയ നേട്ടങ്ങളുടെ വക്താവാകാനും കയ്യിലുള്ള നന്മയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനൊക്കെയുള്ള അനന്തമായ സാധ്യതയാണ് സോഷ്യൽ മീഡിയ. മീഡിയകൾക്ക് അവരുടെ ദുസ്വാധീനത്തിലൂടെ ജനതയെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളിൽ നിന്ന് ഏറെക്കുറെ മോചിതമാകാൻ ഉപകാരപ്പെടുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ ഉപകാരം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് മനസ്സിലാക്കി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും അത് ഏറെ ഉപകാരം ചെയ്യും. ഇത് മനസ്സിലാകാതെ സോഷ്യൽ മീഡിയ നമ്മെ ഉപയോഗിച്ചാൽ, നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന ആംഗിളിലേക്ക് വന്നാൽ, സോഷ്യൽ മീഡിയ നമ്മളെ ഉപയോഗിക്കുന്നതിന് പകരം നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും വലിയ ഗുണം ചെയ്യും. പിന്നൊന്ന് ഓൺലൈൻ ലേണിംഗ്. ഓൺലൈനായിട്ടും നമുക്കൊരുപാട് പഠിക്കാനുള്ള സാധ്യതകൾ ഇന്ന് കൂടുതലാണ്. ഒരു ഉസ്താദിൻ്റെ ചാരത്തിരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ ഉസ്താദിൻ്റെ കയ്യിലില്ലതല്ലാത്ത ഒരു സ്കില്ലോ ഒരു അറിവോ നേടണം. അദ്ദേഹം ഈ നാട്ടിലല്ല ഉള്ളത്, മറ്റൊരു നാട്ടിലാണ്, മറ്റൊരു രാജ്യത്താണ്, അല്ലെങ്കിൽ മറ്റൊരു ധ്രുവത്തിലാണുള്ളത് എങ്കിൽ പോലും ഓൺലൈനിലൂടെ തൻ്റെ ഗുരുനാഥൻ്റെ കയ്യിലില്ലാത്ത, ഗുരുനാഥൻ്റെ ദിശയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന മറ്റൊരു വലിയ പണ്ഡിതൻ,
ആ പണ്ഡിതൻ്റെ ചാരത്ത് പങ്കെടുക്കാനും അദ്ദേഹത്തിൽ നിന്ന് അറിവുകളും സ്കില്ലുകളും ഒക്കെ സമ്പാദിക്കാനുള്ള നല്ലൊരു വഴിയാണ് ഓൺലൈൻ ലേണിംഗ്. ഇത്തരം സാധ്യതകളൊക്കെ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ ഉപയോഗപ്പെടുത്താം. പാടെ കാടടച്ചു വെടിവെച്ച് ഒരു മോശം അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം സാധ്യതകളെ നല്ല ദിശാബോധത്തോടുകൂടെ കണ്ട്, നല്ല പ്രകാശ വെളിച്ചത്തിൽ കണ്ടു മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു കാഴ്ചപ്പുറം തുറന്നു കൊടുക്കാൻ ഉപകാരപ്പെടും. നാം അധ്യാപകർ ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് മതാധ്യാപനം നടത്തുമ്പോൾ ബോധവാന്മാരാവുകയും പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഏറെ നേട്ടങ്ങളുണ്ടാകും. ഹാപ്പി സോണിൻ്റെ മതാധ്യാപകർക്കുള്ള സേവനങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള പരിശീലന സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഹാപ്പി സോണിൻ്റെ ധാരാളം സംവിധാനങ്ങൾ മതാധ്യാപകർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ ഈ സഞ്ചാരത്തിൽ പങ്കാളികളാകാം. മർഹബം ബിക്കും ജമിഅൻ.